അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1230. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല, തജാവസ ലി ഉമ്മത്തി, എൻ്റെ സമുദായത്തിന് അല്ലാഹു വിട്ടുകൊടുത്തിട്ടുണ്ട്, അൻ കുല്ലി ഷൈഇൻ ഹദ്ദസത് ബിഹി അൻഫുസുഹാ, ഉമ്മത്തിൻ്റെ മനസ്സ് സംസാരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, മനസ്സിൽ വരുന്ന ചിന്തകൾ, ആ ചിന്തകളെ തൊട്ടൊക്കെ അല്ലാഹു തആല വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്, വിട്ടുകൊടുത്തിട്ടുണ്ട്. മനസ്സിൽ ചിലപ്പോൾ വേണ്ടാത്ത പലതും തോന്നിയിട്ടുണ്ടാവും, പലതും ചിന്തിച്ചിട്ടുണ്ടാവും. ആ ചിന്തിച്ചത് കാരണം അള്ളാഹു അവനെ പിടിച്ച് ശിക്ഷിക്കുകയില്ല. അത് അള്ളാഹു അവന് വിട്ടുകൊടുത്തിട്ടുണ്ട്, പുറത്തു കൊടുത്തിട്ടുണ്ട്. മാലം തതകല്ലം, ആ ചിന്ത, തെറ്റായ ചിന്തകൾ എന്താണോ അതുകൊണ്ട് അവൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ, ഔ തഅമൽ ബിഹി, അല്ലെങ്കിൽ അതുകൊണ്ട് അവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അത് മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ, അത് അവൻ ചെയ്തിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെങ്കിൽ അള്ളാഹു അത് വിട്ടുകൊടുക്കും. അത് കാരണം അവനെ പിടിച്ച് ശിക്ഷിക്കുകയില്ല. ഈ ഹദീസ് നൽകുന്ന പാഠം, അള്ളാഹു തആല ഈ ഉമ്മത്ത് നൽകിയ ഏറ്റവും വലിയ റഹ്മത്താണ്. ഈ ഉമ്മത്തിന്റെ മാത്രം ഖുസൂസിയത്താണ്, പ്രത്യേകതയാണ്. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ചിന്തിച്ചു കഴിഞ്ഞാൽ, തെറ്റായത് പലതും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, അത് കാരണം അള്ളാഹു അവനെ ശിക്ഷിക്കുന്നില്ല. അത് അവിടെ നിന്ന് വിട്ടുകടന്ന് അവൻ്റെ വാക്കിലേക്ക് വിട്ടുകടന്നു, അഥവാ അവൻ വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് അവൻ്റെ സംസാരത്തിലേക്ക് വിട്ടുകടന്ന് ഗീബത്തോ നമീമത്തോ കളവോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഇത്തരം കാര്യങ്ങളിലേക്ക് വിട്ടുകടന്നാൽ മാത്രമേ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ പ്രവർത്തനത്തിലേക്ക് വിട്ടുകടന്നു, അഥവാ കളവ്, അതല്ലെങ്കിൽ വ്യഭിചാരം, ലഹരി ഉപയോഗിക്കൽ, ഇതുപോലത്തെ പ്രവർത്തനങ്ങളിലേക്കാണ് അവൻ്റെ മനസ്സിലെ ചിന്തകൾ വിട്ടുകിടന്നതെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവും. എന്നല്ലാതെ കൽബിൽ മാത്രം തോന്നിയത് കൊണ്ട്, അറിയാതെ നമ്മുടെ കൽബിൽ വരുന്ന തെറ്റായ ചിന്തകൾ, അത് കാരണം അള്ളാഹു ഒരിക്കലും പിടിച്ച് ശിക്ഷിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്താണ്, ഈ ഉമ്മത്തിൻ്റെ ഖുസൂസിയത്താണ്. അള്ളാഹു തആല തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.